സാലി റോസ് ചാനലിൻ്റെ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നേരത്തെ നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിരുന്ന ഒരു പുതിയ ഫാഷൻ ചുരിദാറുമായിട്ടാണ് വരുന്നത്. ചുരിദാർ കട്ടിങ്ങാണ്, ഹാഫ് കോളർ ചുരിദാർ കട്ടിങ്. അപ്പം ഫുൾ കോളർ നമ്മൾ കോട്ട് കോളർ കാണിച്ചു, റൗണ്ട് ഫ്ലാറ്റ് കോളർ, ചൈനീസ് കോളർ എല്ലാം നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഹാഫ് കോളറാണ്. അപ്പോൾ ഹാഫ് കോളറിനായിട്ട് കാത്തിരിക്കുന്ന കൂട്ടുകാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്കും ഒരു കാണുമ്പോൾ തന്നെ ഒരു ലൈക്കിങ് തന്നേരം. എന്ത് കുറവാണ് ലൈക്ക് എന്നറിയോ? 1000 പേര് കണ്ടാൽ 10 പേരെ ലൈക്ക് ചെയ്തുള്ളൂ. ഒരു ലൈക്ക് തന്നേരെ, ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് ഇത് കൊടുത്താൽ ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ഒരു ഷെയറിങ് കൂടെ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. അപ്പം ഞാൻ ചെയ്തു വച്ചിരിക്കുന്നത് എന്താ നിങ്ങൾ നോക്കിക്കേ. സാധാരണ പോലെ തന്നെ ഒരു നൈറ്റി ബിറ്റാണ്. ഇതിനെ രണ്ടായിട്ട് ഫ്രണ്ടും ബാക്കും ഞാൻ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം സമയം അധികം കളയാനില്ലാത്തതുകൊണ്ടാണ് അല്ലേ. കാരണം ഹാഫ് കോളർ ആകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം കളയാതിരിക്കാൻ വേണ്ടി ഇത് നിങ്ങൾ നോക്കുക, 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തു. ഇത് കണ്ടില്ലേ, മടക്ക് ഇത് ഇങ്ങോട്ട് മടക്കിയിട്ടേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, കണ്ടോ 1 2 കണ്ടോ. അപ്പോൾ 2 പീസും നമ്മളിങ്ങനെ ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുക. അപ്പം നമ്മൾ ആദ്യം വെട്ടുന്ന ഏതാണ്? ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ആദ്യം വെട്ടുന്നത് കേട്ടല്ലോ. അപ്പം ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുക, നമുക്ക് പെട്ടെന്ന് പോകാം. കാരണം ബോഡി പാർട്ട് വെട്ടാനായിട്ട് നിങ്ങളിൽ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം അതിന് വേണ്ടി കളയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പം നമ്മൾ മുകൾ വശമൊക്കെ നമുക്കധികം കളയാനില്ല കൊണ്ട് കളയുന്നില്ല. നമ്മൾ ഒന്ന് ലെവൽ ചെയ്യുന്നു. അതിനുശേഷം മെഷർമെൻറ്റ് തുടങ്ങുകയാണേ. ആദ്യം നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ പറയുമ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളത് ഇങ്ങനെയാണ്, എൻ്റെ ഷോൾഡർ അല്ല, നമ്മൾ സാധാരണ എടുക്കുന്നത് 7, അപ്പോൾ ഒരു 1/2 ഇഞ്ചൂടെ കൂട്ടി. അങ്ങനെയല്ല, കോളർ ചുരിദാറിൻ്റെ ഷോൾഡർ അങ്ങനെയല്ല പറയേണ്ടത്. നമ്മുടെ ഫുൾ ഷോൾഡർ എത്ര ഉണ്ടോ അതിൻ്റെ പകുതി. 16 എനിക്ക് ഫുൾ ഷോൾഡർ. അപ്പം ഞാൻ എൻ്റെ പകുതി എത്ര എടുക്കുന്നു? 8 എടുക്കുന്നു. 15 ഉള്ളവർ എത്ര എടുക്കണം? 7.5 എടുക്കണം. 14 ഉള്ളവർ 7. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഷാർപ്പ് ഞാൻ എത്ര എടുത്തു? 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. കണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിന് വേണ്ടിയുള്ള ഡെപ്തും ഞാൻ എത്ര എടുക്കുന്നു? 8 ഇഞ്ചിൽ വരച്ചു. അത്രയും മനസ്സിലായല്ലോ. അപ്പം ഞാൻ അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഈ 8 നമുക്ക് ചെസ്റ്റ് റൗണ്ട് വരയ്ക്കണം. അതിന് വേണ്ടി ഇത് നമുക്കിവിടെ ഒരു ലൈൻ വരയ്ക്കാം. ചെസ്റ്റ് റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയുള്ള ചെസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തി. എല്ലാ ലൈനും അങ്ങ് നേരത്തെ പറഞ്ഞു വിട്ടേക്കാം അല്ലേ. നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ 15 എടുക്കുന്നത്. കൊച്ചു പിള്ളേർക്ക് 14.5 മതി, പൊക്കം കുറഞ്ഞവരും 14.5 മതി. ഇനി ഹിപ്പ് എന്ന് പറയുന്നത് 21 എടുക്കുന്നത് കേട്ടോ. സ്ലിറ്റ് 21 എടുക്കുന്നു. അപ്പോൾ ഈ 3 പോയിന്റും കൂടെ ഞാൻ പെട്ടെന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റും. പിടി കിട്ടിയല്ലോ. ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ്, ഇത് സ്ലിറ്റ് ലൈന്. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ ആരംഭിക്കാം. അപ്പം എനിക്ക് എൻ്റെ ബോഡിയിൽ നിന്നെടുത്ത ചെസ്റ്റ് അളവ് ശ്രദ്ധിക്കണേ. തുണിയിൽ നിന്നല്ല, ബോഡിയിൽ നിന്നെടുത്ത ചെസ്റ്റ് അളവ് 38. 38ൻ്റെ കൂട്ടത്തിൽ അപ്പം എത്ര കൂട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 38ൻ്റെ കൂട്ടത്തിൽ നമ്മൾ 4 ഇഞ്ച് അല്ലേ. അപ്പം ബോഡിയിൽ നിന്നെടുത്ത ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 39. ഓർത്തോണേ, 39. അപ്പം 39ൻ്റെ കൂടെ എത്ര കൂട്ടണം? 4 ഇഞ്ച് കൂട്ടണം. 39ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ എത്ര ആവും? 43 അല്ലേ. 43 അല്ലേ. 39 + 4 43. 43യുടെ 4/1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10.75. അപ്പം നമ്മൾ ആ 10.75 ഇവിടെ നമ്മൾ കൊടുക്കുന്നു. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നു. ഇനി നമ്മുടെ ഇടയ്ക്കത്തെ വണ്ണം എന്ന് പറയുന്നത് 35 ആണ്. 35ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 37. 37ൻ്റെ 4/1 എന്ന് പറയുന്നത് 9.25. അപ്പം നമ്മളത് അടയാളപ്പെടുത്തി അവിടെ നിന്നും 1.5 ഇഞ്ച് സീം കൊടുത്തു. സ്ലിറ്റിന് നമുക്ക് വേണ്ടത് 42 ആണ്. 42ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 44. അപ്പോൾ 11. അപ്പോൾ കറക്റ്റ് 11 വന്നു. അവിടെ നിന്ന് എത്ര ഇഞ്ച് മതി? ഉള്ളി 1 ഇഞ്ച്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്.
ഇനി നമുക്ക് ഇത് കൂട്ടിച്ചേർക്കാം. അതിന് മുമ്പ് നമുക്ക് ഇത് വരയ്ക്കാം. ഇത് വരയ്ക്കാനായിട്ട് ഇനിയും അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് 1.5 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഒരു പോയിന്റ് കൊടുക്കുന്നു. ആ പോയിന്റിൽ ഇനി ഇതുണ്ടെങ്കിൽ ഈ പോയിന്റും ഇതും ഇതിൻ്റെ മിഡ് പോയിന്റ്, അതായത് നമ്മൾ 8 എടുത്തത്, അപ്പോൾ 4. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വരയ്ക്കാവുന്ന പോലെ ഇത് കണ്ടോ, നമ്മളിങ്ങനെ കണ്ടോ, ശ്രദ്ധിച്ചോ, നമ്മളിങ്ങനെ ആം ഹോൾ കർവ് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നിർബന്ധമായും നമ്മളൊരു 3/4 ഇഞ്ച് എന്ത് കൊടുക്കണം, സ്ലോപ്പ് കൊടുക്കണം. ഏതുകൊണ്ടാണ്? കോളർ ചുരിദാർ ആയതുകൊണ്ട് 3/4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാൻ മറക്കരുത്. ഇനി നെക്ക് എന്ന് പറയുന്നത് നമുക്ക് നെക്ക് ഹാഫ് കോളറാണ്. 3 കോമൺ എല്ലാവർക്കും 3 മതി. ഞാനൊരു 3ഉം 1 പോയിന്റും എടുക്കുക കേട്ടോ. 3.25 ഇല്ല, 3ഉം 1 പോയിന്റും എടുക്കുന്നു. അതുപോലെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഈ കോളർ ചുരിദാറാണ്, ഇതിന് ഓപ്പണിങ് ഞാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കഴുത്തെ കൂടി ഇറങ്ങണമെങ്കിൽ കഴുത്തിന് ചേർക്കം വേണം. ഞാൻ 7.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. 7.25. നിങ്ങൾ അത്ര എടുക്കരുത്, 6.5 വരെ എടുക്കാം കേട്ടോ. ഇച്ചിരി പൊക്കം ഉള്ളവർക്കാണ് 7 എടുക്കാം, പൊക്കം കുറഞ്ഞവർക്ക് 6.5 വരെ എടുക്കാം. ഞാൻ എത്ര എടുത്ത് 7.25. 7.25 നിന്ന് ഇവിടെ നിന്ന് നമുക്കൊരു 3 എന്നുള്ളത് 3.25 എന്നുള്ള 3.5 വരെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഇതേ ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ക്യാൻവാസിനൊക്കെയാണ് ഇത് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. 3ഉം ഇങ്ങോട്ട് 7.25. 7.25 എന്ന് പറയുമ്പം ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് പോകും കേട്ടോ. അതുകൊണ്ട് അവിടെ ഇറക്കിയെടുത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? നമുക്കിനി ഇവരെ എല്ലാം ഒന്ന് ചേർത്ത് വരച്ചേക്കാം. ഇങ്ങനെ പോയിൻ്റായിട്ട് വെക്കരുത്. ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളെല്ലാം പിടികിട്ടില്ലേ? ഇനി ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഇറക്കവും ബാക്കി കാര്യങ്ങളൂടെ പറയാം. ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് 47 ഇഞ്ച് എനിക്ക് റെഡി ലെങ്ത് വേണം. 47 തയ്ച്ച് കഴിഞ്ഞ് വേണം. അതുകൊണ്ട് ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ 48.5 വരെ എടുക്കാം. ഞാൻ 47ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി എത്ര എടുക്കുന്നു? 48 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 48 ഇഞ്ചാണ് നമ്മളുടെ ഇറക്കം. ഇവിടെ നമ്മൾ 11 ഇഞ്ചല്ലേ എടുക്കുക, 11 12. ആ 12ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 13 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നു. 13 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രെയിറ്റ് സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഈ പോയിന്റും കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു അല്ലേ? നമ്മൾ ലൈൻ വരച്ചു. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇവിടെ നമുക്കിനി ഒരു കാര്യമുള്ളത്, ഇവിടെ മുഴുവൻ ഇതായി, നമുക്കിനി ഒരു കാര്യമുള്ളത് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടണം അല്ലേ? അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത പണി എന്നാന്ന് ചോദിച്ചാൽ ബാക്ക് നെക്ക് നമ്മൾ ബാക്ക് പാർട്ട് എടുക്കാൻ പോവാം. അപ്പോൾ ഇത് ഏത് പാർട്ടാണിത്? ഇത് ഫ്രണ്ട് പാർട്ടാണ്, മറന്നു പോകല്ലേ. ബാക്ക് പാർട്ട് എടുക്കുമ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ ഇതൊന്ന് ലെവലായിട്ട് വെട്ടിയെടുക്കട്ടെ. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് തന്നെ ഈ ബാക്ക് പാർട്ടിൽ വെക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഫ്രണ്ട് പാർട്ട് വെക്കുമ്പോൾ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിനേക്കാൾ 1 ഇഞ്ച് കൂടി നിൽക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം നമുക്ക് ഒരുപോലെ തന്നെ വെക്കാം. എല്ലാം ഒരുപോലെ, വണ്ണവും എല്ലാം നമുക്ക് ഒരേപോലെ വെക്കണം ഇവിടെ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വിരിച്ചു. എന്നിട്ട് നമുക്ക് ഇത് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കാം. 1 ഇഞ്ച് ഇവിടെ സ്വല്പം കൂടെ നിങ്ങൾ നോക്കിക്ക് കാണാവോന്ന് കണ്ടോ? കറക്റ്റ് 1 ഇഞ്ച് എല്ലായിടത്തും കറക്റ്റ് 1 ഇഞ്ച് നമ്മളിത് കയറ്റിയിട്ടു. എന്നിട്ട് നമ്മളെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതുകൂടെ ഞാൻ വെട്ടട്ടെ. ഈ സ്ലോപ്പ് വെട്ടി കളഞ്ഞില്ലല്ലോ, അതൊരു വെട്ടിക്കളയാം.
വരച്ചില്ലേലും വെട്ടാവല്ലോ, കണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഈ 1 ഇഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതേണ്ട അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാം. 1 ഇഞ്ച് മുകളിൽ വെച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാം ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നും പറയുന്ന പോലെ സ്ലിറ്റിൻ്റെ 4 പീസിലും സ്ലിറ്റിൻ്റെ പോയിന്റ് നമ്മളൊന്ന് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് എന്നാ ചെയ്യണം, നമ്മുടെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടല്ലോ നിങ്ങൾ, നമുക്കിനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടണ്ടേ. അതിന് നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്വല്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളയാം. ഇനി ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് ബാക്കിലേക്ക്, കറക്റ്റ് 1 ഇഞ്ച്, ഉള്ളി 1 ഇഞ്ച് ബാക്കിലേക്ക് നമ്മൾ വരച്ചിട്ട് ഈ പോയിന്റും നമ്മുടെ ഇതിന്റെ മുകളറ്റത്തെ പോയിന്റും കൂടെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിലായോ? എന്നിട്ട് മുമ്പ് നമ്മൾ ഇവിടുന്ന് 1.5 എടുത്തില്ലേ, അതുപോലെ നമുക്ക് ഇവിടുന്ന് ഈ സ്ലാൻഡിങ് പൊസിഷനിൽ നിന്ന് 1.5 എടുക്കാം. ഇത് കണ്ടോ, 1.5, അതിതാ, ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാവോ? 1.5, ഇത് കണ്ടോ, ഇത് ഈ പോയിന്റാണ്. ഞാൻ ആ പോയിന്റ് കൂടെ തന്നെയാണ് വരച്ചേക്കുന്നത്. ഇത് കണ്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ടും കൂട്ടിമുട്ടിച്ച് ഇതിനെ ഇങ്ങനെ മുകളിലോട്ടും കൂട്ടിമുട്ടിച്ചാൽ മതി. അപ്പം ഞാൻ ആ വരച്ചത് ഏതാണോ അത് തന്നെ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് ഫ്രണ്ട് കൈയുടെ ആം ഹോളും കൂടെ നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടിയിലൂടെ നമ്മൾ മാറ്റി. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നെക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ സാധാരണ ക്യാൻവാസിനൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ചെയ്യാൻ പോവാണേ. നമുക്ക് അന്നേരത്തേക്ക് ഇത് മാറ്റി ക്യാൻവാസ് 2ആയിട്ട് മടക്കിയെടുത്തു. നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവാസ് 2ആയിട്ട് മടക്കി അത് പിൻ കുത്താൻ മറക്കരുത്. 3 ഇഞ്ച് എന്നല്ലേ നമ്മൾ പറഞ്ഞാൽ, 3ഉം 1 പോയിന്റും താഴെ എടുക്കുമ്പോൾ ഒരു 3.5 വരെ എടുക്കുവാണേ. 3.5 വിട്ടെടുക്കുന്നുണ്ട് താഴെ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ചതുരം വരയ്ക്കാം. ക്യാൻവാസിനൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ. എന്നാലും തുടക്കക്കാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിനകത്ത് വരയ്ക്കാം, എങ്ങനെ വേണ്ടിയാലും വരയ്ക്കാം. ഞാൻ ഇതുപോലൊരു ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഉണ്ടോ, ഇത് സത്യത്തിൽ ഈ താഴെ 3.5 എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും തീരെ ഇടുങ്ങിപ്പോവും. എന്നിട്ട് നമ്മളൊരു 1 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ എടുക്കുന്നു. നമുക്ക് പിന്നൊക്കെ ഊരിക്കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. തുടക്കക്കാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ്. നമുക്കിതിനെ ഇനി എന്നാ ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് 3 ഇഞ്ചിൽ ഓർക്കണേ, 3 ഇഞ്ചിൽ നമ്മളൊരു അടയാളം കൊടുക്കുന്നു. ഇത് മറക്കാതെ 2ലും നമ്മൾ കൊടുക്കണം. ഹാഫ് കോളർ അല്ലേ, ഹാഫ് കോളറിൻ്റെ ലെങ്താണേ. തയ്ച്ച് കഴിഞ്ഞിട്ടാണേ 2.5 മതി. തയ്ക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് 3ഉം കൊടുക്കാം. എന്നിട്ട് ഞാൻ നമ്മുടെ കൈക്കുഴി വെട്ടിയ ഭാഗത്തു നിന്നുള്ള തുണിയെ 2 പീസിനെ ഒന്നിച്ച് കൂട്ടി തയ്ച്ചിട്ട് അതിലോട്ട് ഞാൻ ഈ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാം. സൈഡ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യമേ അങ്ങ് തയ്ച്ചു, സൈഡ് മടക്കി തയ്ച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ക്യാൻവാസിനെ കറക്റ്റ് മിഡ് പോയിന്റ്, ആ മിഡ് പോയിന്റ് ഞാൻ കൂട്ടിച്ചേർത്തത് തന്നെയാണ്, എങ്കിലും നമുക്ക് അവിടെ ഒരു കട്ടിട്ടേക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കുന്നു. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം തുറന്നെടുത്തിട്ട് നമുക്ക്
അതിൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്ക് എന്ത് വെക്കണം, ഈ ക്യാൻവാസിലേക്ക് ചേർത്ത് വെക്കണം. അതിന് വേണ്ടി നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ നടുക്കത്തെ വരയുണ്ടല്ലോ, മിഡ് പോയിൻ്റ്, അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഞാൻ കട്ട് ചെയ്യുന്നില്ല, എനിക്കിത് കറക്റ്റായിട്ട് വരയുള്ളത് കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ആ കറക്റ്റ് വരയിലോട്ട് വേണം നമ്മുടെ ക്യാൻവാസ് എടുത്ത് വെക്കാനായിട്ട്. കണ്ടോ? അങ്ങനെ നമ്മൾ ഷാർപ്പായിട്ട് വെക്കണം. നോക്കണേ കറക്റ്റാണോ രണ്ടും. എന്നിട്ട് നമുക്ക് പിൻ കുത്തണം. അതിന് നിങ്ങൾ യാതൊരു മടിയും കാണിക്കരുത്. നടുക്കൂടെ സെൻറ്ററിൽ കൂടി അടിക്കാം, എങ്കിൽ പോലും രണ്ട് വശത്തും പിന്നൂടെ കുത്തുകയാണെങ്കിൽ സെക്യൂർ ആയിട്ടിരുന്നോളും. ഒരിക്കലും കഴുത്തിന് ഷേപ്പൊന്നും നഷ്ടപ്പെടത്തില്ല. അല്ല നമ്മൾ വെട്ടിയതൊന്ന് തയ്ക്കുമ്പം വേറൊന്നൊക്കെ ആയിട്ട് പോകും കേട്ടോ. 2-3 പിന്നെങ്കിലും കുത്താം, എടുത്തു വെച്ചാലും കാണുക, അത് വേറൊരു കാര്യം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് കുത്താനൊക്കെ മടി തോന്നും, പക്ഷേ കുത്തിയാൽ അത്രയും വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി ഞാൻ ഇങ്ങനെ സൈഡിലൂടെ അടിക്കുക, തിരക്കൊന്നും വെക്കണ്ട, വെച്ച് നമുക്കങ്ങ് നെക്കിൻ്റെ ഷേപ്പിൽ അടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കുത്തി നിർത്തി തിരിച്ച് തയ്ക്കാം. അങ്ങനെ നമ്മൾ അത്രയും തയ്ച്ചെടുത്തു. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിന്നൊക്കെ ഊരി മാറ്റി നടുക്കുള്ള പീസ് കട്ട് ചെയ്ത് കളയാം. 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഇവിടെ എല്ലാം നമുക്ക് ഓരോ കട്ടിട്ട് കൊടുക്കാം. അപ്പം ഈ തയ്യലെ കൊള്ളാതെ വേണം നമുക്ക് കട്ടിട്ട് കൊടുക്കാണ്ട്. എൻ്റെ ഈ കത്രികയുടെ അരികിലുണ്ടല്ലോ, ആ അറ്റത്ത് മൂർച്ച കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന നല്ലത്. അറ്റത്ത് നല്ല മൂർച്ച ഉണ്ടെങ്കിൽ ചിലപ്പം ഓരോ കട്ട് ചെയ്യുമ്പോൾ ആ ഇതിലൊക്കെ ചെന്ന് കൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ അരിക് ആദ്യം മടക്കി അടിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ഞാൻ മറന്നുപോയി. നമുക്ക് അരികങ്ങ് അടിക്കാം. ആദ്യമേ അടിക്കുന്ന എളുപ്പം നല്ലതും കേട്ടോ. ഒന്നും കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തർക്ക് ഓരോ ശീലമല്ലേ. എനിക്ക് ഈ വീഡിയോ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ ഓരോ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. വീഡിയോ കിട്ടണം, നമുക്ക് കംഫർട്ടായിട്ട് തയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരുന്ന് നമ്മളങ്ങ് അടിച്ചങ്ങ് പിടിപ്പിക്കുകയല്ലേ. കഴുത്തിൻ്റെ ഷേപ്പ് കാണിക്കാം. നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഓർത്തില്ല, എന്നും ചെയ്യുന്ന പോലെ ചെയ്ത്. ഇങ്ങനെ അല്ലായിരുന്നു. നമ്മളൊരു 3 ഇഞ്ചിൻ്റെ അവിടെ വരെ ഒരു മാർക്ക് കൊടുത്തില്ലേ, അവിടെ മുതലേ തയ്യൽ വരാൻ പാടുള്ളൂ കേട്ടോ. ആ മാർക്ക് കൊടുത്തേക്കുന്നിടം തൊട്ടേ നമുക്ക് അടിക്കിപ്പ് വരാവൂ. മേളിൽ നിന്ന് അവിടെ വരെയുള്ള അടിപ്പൊന്ന് അഴിച്ചു കളയാം. എന്നിട്ട് നോക്കിക്കോണേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇല്ലേ ഈ പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ അവിടുന്ന് ഒരു ശരിക്കും 2 ഇടത്ത് ഓരോ കട്ട് കൊടുക്കണം. നമുക്ക് കട്ട് കൊടുത്ത് ഞാൻ നിങ്ങളെ കോട്ട് കോളർ തയ്ക്കാൻ നേരത്തെ കാണിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ, അപ്പം ഞാൻ ഒന്നും കൂടെ അവിടെ മുതലൊന്ന് അടിച്ച് വെക്കട്ടെ. എന്നിട്ട് മേളിൽ നിന്നുള്ള അടിപ്പങ്ങ് അഴിച്ചും കളയാം. നമുക്ക് ഇവിടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കെട്ടിടുന്നതേ ഉള്ളൂ, അല്ലാതെ മൊത്തം തയ്ക്കുന്നില്ല. മനസ്സിലായോ? നമ്മൾ പറഞ്ഞില്ലേ ഹാഫ് കോളർ പിടിപ്പിക്കാനുള്ള 3 ഇഞ്ച് നമ്മൾ താത്തൊരു വരയിട്ടില്ലേ, അവിടെ മുതലേ അടിപ്പ് വരാവൂ. മേളിൽ നിന്ന് അടിക്കരുതേ. അപ്പം ഞാൻ മേളിൽ നിന്ന് അങ്ങ് തയ്ച്ചു പോയി, ഓർത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് ചെയ്താലേ നമ്മളതൊക്കെ ഓർക്കത്തുള്ളൂ. ബാക്കി നമുക്കിനി കണ്ടോ, അവിടെ ഞാൻ അഴിച്ചു കളഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കാനും മറക്കല്ലേ. ആ തയ്യലെ മുട്ടാതെ തയ്യലിൻ്റെ അടുത്ത് വരെ ഒരു 1/2 ഇഞ്ചിൽ ഒരു കട്ടിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്നത്തെ പോലെ തന്നെ കോളർ അകത്തോട്ട് മടക്കാം. മടക്കി പറ്റുമെങ്കിലൊന്ന് അയൺ ചെയ്ത് തേച്ചെടുക്കണം. പതിച്ചിപ്പം അടിക്കണ്ട. കണ്ടോ, ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇത് കണ്ണ് തുറന്ന് കാണണം നിങ്ങൾ. എങ്ങനെ കോളർ നിൽക്കുന്നത് കണ്ടോ? ആ ബാക്കി ഭാഗം ഇങ്ങനെ തുറന്ന് നിൽക്കണം കേട്ടോ.
അങ്ങനെ തന്നെ വെക്കണേ. അതിനെ ഞാൻ അങ്ങനെ വീഡിയോ നന്നായിട്ട് കാണിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെയും ഈ പറഞ്ഞ പോലെ മിഡ് പോയിൻ്റ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ല. ആ വര നന്നായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. ഇനി നമുക്ക് നമ്മുടെ കോളറല്ല ഫ്രണ്ട് പാർട്ട് ഈ ഷോൾഡറുമായിട്ട് കറക്റ്റ് അറ്റാച്ച് ചെയ്യാം. എങ്ങനെ അറ്റാച്ച് ചെയ്തേക്കുന്നത് കണ്ടല്ലോ, നോക്കിക്കോണം. കണ്ടോ ഇവിടെ എങ്ങനെ ഇരിക്കുന്നതെന്ന്? അത് ഓപ്പണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ചേർത്ത് വെച്ച് അങ്ങ് തയ്ക്കുകയാണേ. അവിടെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ കൂട്ടി അടിച്ചിട്ട് അങ്ങ് തയ്ച്ചാലും കുഴപ്പമില്ല. അങ്ങനെ തുറന്ന് കിടക്കാതെ കൂട്ടി അടിച്ചിട്ട് ഇങ്ങോട്ട് ചേർത്ത് തയ്ച്ചാലും കുഴപ്പമില്ല. നമുക്ക് 2 പ്രാവശ്യം അതങ്ങ് ഒന്നുകൂടെ അടിക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തയ്ക്കണേ. പിന്നെ വേറൊരു കാര്യം, ബാക്ക് കഴുത്ത് ഞാൻ വെട്ടിയിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്ക് കഴുത്ത് ഒട്ടും വെട്ടിയിട്ടില്ല. ഇനി നമ്മൾ ഈ ബാക്ക് കഴുത്ത് കൃത്യമായിട്ട് മടക്കിയെടുക്കുന്നു. ബാക്കിനേക്ക് കറക്റ്റായിട്ട് പിടിക്കണേ. ഒരുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമുക്ക് വെട്ടിക്കളയാം. ഞാനിത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഈ കോളർ നെക്ക് തയ്ക്കുമ്പോൾ ബാക്ക് നെക്ക് നമ്മളിങ്ങനെ കൂട്ടി പിടിപ്പിച്ച് കഴിഞ്ഞ് വെട്ടുന്നതാണ് കറക്റ്റ്. തുടക്കക്കാർക്കല്ലേ വലിയ പണി കിട്ടും. സൈഡിലോട്ട് ചെരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി പിടിപ്പിക്കുമ്പം ഏറ്റക്കുറച്ചിലുണ്ടാവും. അങ്ങനെ വരാതിരിക്കാനാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഹാഫ് കോളറിൻ്റെ ആ തയ്യലില്ലേ അവിടം വരെ കറക്റ്റ് ചേർത്ത് പിടിച്ച് ഈ നെക്ക് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ഷോൾഡർ ഒരുപോലെ ആയിരിക്കണം, ബാക്കി നമ്മുടെ ബാക്ക് നെക്ക് ഒരുപോലെ. എന്നിട്ട് ആ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിലൊരു കൊച്ചു കട്ടിട്ട് കൊടുത്തിട്ട് ഇത് എത്ര നീളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വേണ്ടേ നമുക്ക് കോളർ പിടിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കത് ഇങ്ങനെ വളരെ കറക്റ്റായിട്ട് ടേപ്പിൽ അളന്ന് നോക്കുന്നു. എത്ര കിട്ടി? ഷാർപ്പ് 6 ഇഞ്ച് ഉണ്ട് എനിക്ക്. 6 ഇഞ്ച്. ഈ 6 ഇഞ്ചിലാണ് നമ്മൾ ഇനിയും ഹാഫ് കോളർ എൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഒത്തിരി ആയില്ലേ, മടുത്തില്ലേ? ബാക്കി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഞാൻ ബാക്ക് കോളറിന് വേണ്ടിയാണ് ഈ സ്ട്രിപ്പ് ഇതെടുത്തേക്കുന്ന ക്യാൻവാസ്. അത് 1 ഇഞ്ച് വീതിയിൽ എടുക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം, ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ലൈക്കൊക്കെ തരണം, മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം.